ഒരു വിഷയം വരുമ്പോഴേക്ക് ഇവരങ്ങോട്ട് ചാടി ഇറങ്ങുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം നടത്തി അതിനൊരു ശുഭസൂചന വരുന്നു എന്ന് കേൾക്കുമ്പോഴേ കൂടെ പറയാ, ഇതോ ഞങ്ങളെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, ആയതുകൊണ്ട് ഇതാ റദ്ദാക്കിയിരിക്കുന്നു. ചാടി ഇറങ്ങാണ്, അതങ്ങോട്ട് കൊളാക്കുകയാണെന്ന്. ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിനയത്തോടു കൂടെയുള്ള റിക്വസ്റ്റ് എന്താണെന്ന് പറയുക, പ്ലീസ് ദയവ് ചെയ്ത് കാന്തപുരം വിഭാഗത്തിലെ കുഞ്ഞാടുകളെ, വെല്ലിയാടുകളെ, തല മൂത്തവരെ, തല നരച്ചവരെ, പ്രായം കുറഞ്ഞവരെ, കുല്ലുഹും മജ്മഊൻ, എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. നിങ്ങൾ ആ പെൺകുട്ടിയുടെ മോചനത്തിന് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇടങ്കോലിട്ടിട്ട് കൊളാക്കല്ലും കൂട്ടരെ, അതൊന്ന് വന്നോട്ടെ, മോചനം സിദ്ധിച്ച് നാട്ടിലേക്ക് എത്തട്ടെ. എത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ് അല്ലേ വേണ്ടത്? അത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു പാത്രത്തിലാക്കിയിട്ട് തരാന്ന്. ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ക്രെഡിറ്റ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അത് തരാ. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും ചെങ്ങായിമാരെ. ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടു വരട്ടെ. എന്നിട്ട് ഇപ്പൊ ഒരുത്തങ്ങനെ പറയാ കേറിയിട്ട് എന്തെന്ന് 2-3 ആൾക്കാർ ഇങ്ങനെ കേറിയിട്ട് സംസാരിക്കണെന്ന്. ആ സംസാരിക്കുന്ന ഇസ്തിരിട്ട വർത്താനൊക്കെ പറയണ, അയൺ ചെയ്ത വർത്താനൊക്കെ പറയണ ആ ശുചായി ഉണ്ടല്ലോ, ഓരോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ള എന്താ അറിയോ? എടോ, ഈ വിഷയം ഈ രൂപത്തിൽ കൊളാക്കിയ ഒന്നാമത്തെ റോളനക്ക അല്ലേ? അങ്ങോട്ട് പൊട്ടിക്കാനെ ഓനിങ്ങനെ ഒരു അവിടുത്തെ പ്രവിശ്യകളൊക്കെ അറിയാം, അവിടുത്തെ മറ്റാളറിയാം, ഇയാളറിയാം. എന്നിട്ട് ഓനൊരു ഇസ്തിരിട്ട 4 വർത്താനം, അതിൽ ഓനണ്ട് കുഞ്ഞാപ്പ് പോവുക. ഓനിക്കിപ്പ ഇങ്ങനെ മറ്റാളെ ശിഷ്യനല്ലേ, ആരെ നമ്മളെ കുട്ടിപ്പടിയുടെ ശിഷ്യനല്ലേ. അപ്പൊ ആ ഒരു ചോയയിലുണ്ടാവും. ഈ 4 ചാനലുകാരണ്ട് കാണുമ്പോഴത്തേന് അവരിതായിട്ടുണ്ട് വരുമ്പോഴത്തേന് പിന്നെ അങ്ങോട്ട് ഒക്കെ മറക്കുക. സ്ഥലകാല ബോധം ഒന്നുമല്ലല്ലോ, പിന്നെ ആസ്വദിക്കാൻ പോവല്ലേ. നാങ്ങണ്ട് വിളിച്ചാറല്ലേ, ഒരു താലിയും പാലില്ലല്ലോ. അപ്പൊ അതിന്റെ ശിഷ്യന്മാർക്ക് ആ കോലത്തിലുള്ള രൂപല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ വിഷയം ഇങ്ങനെ വഷളാക്കിയത് നിങ്ങളാ. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എങ്ങായിമാരത്. ആ പെണ്ണ് എങ്ങനെങ്കിലും ഒന്ന് സലാമത്തായിട്ട് ആ യമൻ പൗരന്റെ കുടുംബാംഗങ്ങളെ രാജ്യത്തിന്റെ ഗവൺമെന്റ് അവരുടേതായ വഴികളിലൂടെ ബന്ധപ്പെട്ട് ഒരു അനുനയത്തിന്റെ ശൈലിയിലേക്ക് കൊണ്ടുവന്ന് ആ പെൺകുട്ടി ഒന്ന് രക്ഷപ്പെട്ട് നാട് കാണട്ടെ. അത് കണ്ടതിന്റെ ശേഷങ്ങൾ എന്താച്ചാ പറഞ്ഞോളി. അത് കണ്ടതിന്റെ ശേഷങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ പിന്നെ രോമാഞ്ചിഫിക്കേഷനോ, ഇപ്പൊ രോമൊക്കെ പോയിക്കണം, ഇപ്പൊ മൂഞ്ചിഫിക്കേഷൻ അയക്കപ്പോ മൊത്തം മൂഞ്ചിക്കുക. അല്ല കണ്ട് ഇന്നലെ രാത്രി എന്തായിരുന്നു ഒരു 1.5 മണിക്കൂർ രോമാഞ്ചിഫിക്കേഷൻ. അതിന് കഴിഞ്ഞ് കേന്ദ്രത്തിന്റെ തീരുമാനം വന്നപ്പോഴോ അത് മൂഞ്ചിഫിക്കേഷനായി. എന്തെന്നാ അതിനൊക്കെ പറയാം? ഒരു താലിയും പാലില്ലാത്ത എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ? അതാ പറഞ്ഞത്, ആ വൃദ്ധയായ മാതാവുണ്ടല്ലോ, ഏത് ഈ പറഞ്ഞ സ്ത്രീയുടെ മാതാവ്, ആ മാതാവിനുള്ള അന്തം പോലും മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമഞ്ജസമായ സമന്വയങ്ങളിലൂടെ ഉന്നത മേഖലകൾ കീഴടക്കിയിരിക്കുന്നു എന്നിങ്ങനെ വാഗ്ധരണികളിൽ ഇങ്ങനെ അമ്മാനാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ മാതാവിന്റെ അന്തം